നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ശരറാന്തൽ പൂവിനെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. ശരറാന്തൽ എന്ന വിളക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇത് വിളക്കല്ല, പൂവാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. പാർവതിപ്പൂവും ആടലോടകവും കുറിഞ്ഞിയും ഒക്കെ ഉൾപ്പെടുന്ന അക്കാന്തേസിയ സസ്യകുടുംബത്തിലെ തൻബർജിയ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് ശരറാന്തൽ പൂവ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം തൻബർജിയ മൈസൂറൻസിസ് എന്നുള്ളതാണ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായിരുന്ന കാൾ ലിനേയസിൻ്റെ ശിഷ്യനും സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനുമായിരുന്ന കാൾ പീറ്റർ തൻബർഗിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ജനുസിന് ഈ പേര് നൽകിയിട്ടുള്ളത്. മൈസൂരിൽ നിന്നുള്ളത് എന്നാണ് സ്പീഷീസ് പദത്തിൻ്റെ അർത്ഥം. മലയാളത്തിൽ ഇതിനെ ശരറാന്തൽ പൂവ് എന്നാണ് വിശേഷിപ്പിക്കുക. ഈ പേര് ഉണ്ടായിട്ട് അധികകാലം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ക്ലോക്ക് വൈൻ, മൈസൂർ ട്രംപറ്റ് വൈൻ, ബ്രിക്ക് ആൻഡ് ബട്ടർ വൈൻ, ലേഡീസ് സ്ലിപ്പർ വൈൻ, ഡോൾസ് ഷൂസ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. പൂക്കളുടെ സവിശേഷത ഘടനയാണ് ഇംഗ്ലീഷിൽ ഈ പേരുകളൊക്കെ വരാനായിട്ടുള്ള കാരണം. ഇതിൻ്റെ കന്നഡ നാമം എന്ന് പറയുന്നത് കാമനബില്ലു ബള്ളി എന്നുള്ളതാണ്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഒരു സ്ഥാനിക സസ്യമാണ് ശരറാന്തൽ പൂവ്. നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും ഇത് വളരുന്നുണ്ട്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കുടക് ഭാഗങ്ങളിലും പല വിദേശ നാടുകളിലും ഇത് അലങ്കാര സസ്യമായി വളർത്തുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. എറിബിഡെ കുടുംബത്തിൽപ്പെടുന്ന അമ്പിളിത്തെയ്യം എന്ന നിശാശലഭത്തിൻ്റെ ലാർവകളുടെ ഭക്ഷണ സസ്യമാണിത്. പൂക്കളിലെ മാധുര്യമുള്ള കിളിമാടൻ അഥവാ വാഴക്കിളി എന്നറിയപ്പെടുന്ന സ്പൈഡർ ഹണ്ടർ, അതുപോലെ തന്നെ ഹമ്മിങ് ബേർഡ് തുടങ്ങിയ പക്ഷികളെ ആകർഷിക്കുന്നവയാണ്. പക്ഷികൾക്കൊന്നും തിന്നാൻ കിട്ടാതിരിക്കുമ്പോൾ പല പക്ഷികളും ഇതിൻ്റെ പൂവിൻ്റെ ഇതളുകൾ കൊത്തി തിന്നാറുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുടെ നാശം ശരറാന്തൽ പൂവുകളുടെ ഒട്ടേറെ നാശത്തിന് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ രൂപവരണം നോക്കാം. ഏകദേശം 6 മീറ്റർ വരെ ഉയരത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. മറ്റ് സസ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന ചിരസ്ഥായിയായ ഒരു ആരോഹി സസ്യമാണിത്. ഇളം പച്ച നിറത്തോടു കൂടിയ ഇലകൾക്ക് 10 തുടങ്ങി 14 സെൻറ്റിമീറ്റർ വരെ നീളവും 4 തുടങ്ങി 8 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. സമൂഹമായിട്ടാണ് ഇലകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇലഞ്ഞെട്ടിന് ഏതാണ്ട് 15 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. പുഷ്പങ്ങൾ കുലകളായിട്ടാണ് കാണപ്പെടുക. ഒരു കുലയിൽ തന്നെ ധാരാളം പൂക്കളുണ്ടാകും. പത്രകക്ഷങ്ങളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന പൂങ്കുലയ്ക്ക് 50 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാം. കടും വർണ്ണങ്ങളോടുകൂടിയ പൂക്കൾ അതിൻ്റെ മധ്യഭാഗം സ്വർണ്ണ മഞ്ഞ നിറവും മറ്റു ഭാഗങ്ങൾ കടും ചുവപ്പ് നിറവും ഒക്കെ ആയിരിക്കും. 15 തുടങ്ങി 20 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാകാറുണ്ട്. 5 സെൻറ്റിമീറ്റർ തുടങ്ങി 12 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പർണ്ണങ്ങളാണ് ഇവയ്ക്കുള്ളത്. തവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ് പർണ്ണങ്ങൾക്ക്. ഡിസംബർ തുടങ്ങി മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് പൂക്കുന്നത്. ഇതിൻ്റെ ഫലത്തിന് ഏതാണ്ട് 3 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും. പൊതു ഉപയോഗങ്ങളെ നോക്കാം. പൂക്കളുടെ ആകർഷണീയത മൂലം ഈ സസ്യത്തെ ഒരു അലങ്കാര ചെടിയായിട്ട് പലയിടത്തും നട്ടു വളർത്തുന്നുണ്ട്. കുടക് ജില്ലയിലെ പല വീടുകളിലും ഇത് അലങ്കാര സസ്യമായി വളർത്തുന്നുണ്ട്. ഇന്ത്യയിലെയും ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലെയും വീടുകളുടെ അലങ്കാര സസ്യമായി ഇതിനെ വളർത്തുന്നുണ്ട്. ഇതേ ജനുസിൽപ്പെടുന്ന തൻബർജിയ കൊക്സിനിയ എന്ന സസ്യവും വയനാട്ടിലും ഇടുക്കിയിലും കുടകിലും ഒക്കെ അലങ്കാര സസ്യമായി ഈ ശരറാന്തൽ പൂവിനേക്കാൾ കൂടുതലായിട്ട് വളർത്തുന്നുണ്ട്. ഭംഗി ശരറാന്തൽ പൂവിനാണ്, പക്ഷേ കൂടുതലായിട്ട് വളർത്തുന്നത് ഇതാണ്. ഇതിൻ്റെ കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. തുടർക്കഥ എന്ന സിനിമയിൽ ONV കുറുപ്പ് എഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി NG ശ്രീകുമാർ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർതിങ്കളായി എന്നാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.